മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയുടെ സഹായി കസ്റ്റഡിയിൽ. ഇയാളെ കസ്റ്റഡിയിലെടുത്തത് കൊച്ചിയിൽ നിന്നെന്ന സൂചന. റാണയ്ക്കൊപ്പം ഇരുത്തിയും ചോദ്യം ചെയ്യും. കേസിൽ ഉടൻ NIA അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ജിജീഷ്, ഇതിനോടകം തന്നെ തഹാവൂർ റാണയുടെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നിന്ന് റാണയ്ക്ക് സഹായം ലഭിച്ചത് കൊച്ചിയിലെ തന്നെ ഒരു വ്യക്തിയിൽ നിന്നാണ് എന്നുള്ള ചില അഭ്യൂഹങ്ങൾ ആദ്യം തന്നെ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ഒരാളെ കസ്റ്റഡിയിൽ എടുത്തു എന്ന സൂചനകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇയാൾ കൊച്ചി സ്വദേശിയാണോ, മലയാളിയാണോ, മറ്റു വിവരങ്ങൾ എന്തെങ്കിലും ഈ ഒരു ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നുണ്ടോ? ദേവിക, ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ NIA പുറത്തുവിട്ടിട്ടില്ല. അതീവ രഹസ്യമായി തന്നെയാണ് NIAയുടെ ഓരോ നീക്കങ്ങളും. കാരണം മുംബൈ ഭീകരാക്രമണ കേസിന്റെ അനുബന്ധമായിട്ടാണ് ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നതുകൊണ്ട് തന്നെ രാജ്യസുരക്ഷയുമായി ബാധിക്കുന്ന സുപ്രധാനമായ കേസ് എന്ന നിലയിലും അതീവ രഹസ്യമായി തന്നെയാണ് ഓരോ നീക്കങ്ങളും. 2 ദിവസം മുമ്പാണ് ഒരാളെ കസ്റ്റഡിയിലെടുത്തത്. അന്ന് തന്നെ അയാൾ കൊച്ചിയിൽ നിന്നുള്ള ആളാണ് എന്ന ചില സൂചനകൾ വന്നിരുന്നു. അത് കൂടുതൽ വ്യക്തമാകുന്നു. എന്നാൽ ഇപ്പോഴും ദേശീയ അന്വേഷണ ഏജൻസി ആ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നില്ല. 2008 നവംബർ 26-നാണ് മുംബൈ ഭീകരാക്രമണം നടക്കുന്നത്. ഇതിന് മുമ്പ് 16-17 ദിവസങ്ങളിൽ 10 ദിവസം മുമ്പാണ് റാണ കൊച്ചിയിൽ ഉണ്ടായിരുന്നത്. 2 ദിവസങ്ങളിൽ കൊച്ചിയിൽ തങ്ങി. കൊച്ചിയിൽ മാത്രമല്ല, കേരളത്തിന്റെ മറ്റു ചില ഭാഗങ്ങളിലേക്ക് കൂടി റാണ പോയതായ വിവരവുമുണ്ട്. ഇവിടെ എത്തിയ സമയത്ത് നിരവധി ആളുകളുടെ സഹായങ്ങൾ റാണയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ സഹായം ചെയ്ത ഒരാളെയാണ് ദേശീയ അന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത് ഡൽഹിക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് വിശദമായ ചോദ്യം ചെയ്യൽ നടത്തുകയും റാണയ്ക്കൊപ്പം ഇരുത്തി അടക്കമുള്ള ചോദ്യം ചെയ്യലിൽ തഹാവൂർ ഹുസൈൻ റാണയ്ക്കൊപ്പം ഇരുത്തിയുള്ള ചോദ്യം ചെയ്യൽ അടക്കമുള്ള ഒരു നടപടികളിലേക്കും കടന്നിരിക്കുന്നത്. കാരണം 13 പേരെ കൊച്ചിയിൽ എത്തിയതിനു ശേഷം ചില ഫോൺ നമ്പറുകളിൽ 13 നമ്പറുകളിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. 15ഓളം കൊച്ചിയിലെ നമ്പറുകൾ കേരളത്തിലെ പല നമ്പറുകളായി റാണയുടെ കൈവശമുണ്ടായിരുന്നു. അതിൽ 13 നമ്പറുകളിൽ ബന്ധപ്പെട്ടിരുന്നു എന്നതിൻ്റെയും നിരവധി ആളുകൾ റാണയെ കൊച്ചിയിലെ താമസ കേന്ദ്രത്തിലെത്തി കണ്ടിരുന്നു എന്നതിൻ്റെയും എല്ലാം തന്നെ വിവരങ്ങൾ നേരത്തെ തന്നെ NIA ശേഖരിച്ചിരുന്നു. ഇയാൾ ഒരു വിദേശ റിക്രൂട്ട്മെന്റ് എന്ന പേരിലായിരുന്നു ഇവിടെ കൊച്ചിയിൽ എത്തിയത്. കുടുംബസമേതമായിരുന്നു, ഭാര്യയ്ക്കൊപ്പമാണ് എത്തിയത്. അതിനുശേഷം പത്രത്തിൽ ഒരു പരസ്യം അതിന് മുമ്പായി തന്നെ നൽകിയിരുന്നു. ഇംഗ്ലീഷ് പത്രങ്ങളിൽ പരസ്യം നൽകി ഇത്തരത്തിലുള്ള ഒരു റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ആളുകളുമായി കൂടിക്കാഴ്ച നടത്തിയത്. എന്നാൽ ഈ പത്രപരസ്യം കണ്ടു വന്ന ആളുകൾ മാത്രമായിരുന്നില്ല, അതിനപ്പുറം നിരവധി ആളുകൾ, ചില ഗൂഢലക്ഷ്യങ്ങളുള്ള സംശയകരമായ ചില ലക്ഷ്യങ്ങളോടുകൂടി പ്രവർത്തിച്ചിരുന്ന ആളുകൾ റാണയെ വന്ന് കണ്ടിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് സ്വാധീനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും ഒപ്പം തന്നെ അതിന്റെ രഹസ്യ ഗ്രൂപ്പുകളായി പ്രവർത്തിക്കുന്നതിനുമെല്ലാം തന്നെ സന്നദ്ധമായി നിരവധി ഇനിയും വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. NIA ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരീകരണങ്ങളൊന്നും നടത്തുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഔദ്യോഗികമായുള്ള സ്ഥിരീകരണങ്ങൾ കൂടി ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരേണ്ടതുണ്ട്.